സോ വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മൾ പോഡ്കാസ്റ്റിലിരിക്കുന്നത് വൺ മിസ്റ്റർ ദിലീപ്. അപ്പം ദിലീപ് സാർ ഒരു ട്രേഡർ മാത്രമല്ല, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടൻറ്റും കൂടിയാണ്. അപ്പം ബീയിങ് എ ട്രേഡർ ആൻഡ് ഹാസ് എൻ എക്സ്പീരിയൻസ് ഇൻ ഫൈനാൻസ്, നമ്മളിന്ന് കൂടുതൽ സംസാരിക്കുന്നുണ്ടാവുക ടാക്സസ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടായിരിക്കും. അപ്പം ട്രേഡിംഗ് എന്ന് പറയുന്ന നമുക്ക് ഒരുപാട് ടോപ്പിക്സ് നമ്മളെ ചാനലിൽ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ അറിയാനുണ്ടെങ്കിൽ മേക്ക് ഷുവർ ഞാനിവിടെ ഒരു ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള പോഡ്കാസ്റ്റ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ്, അവരുടെ കൂടെയുള്ള ഇൻ്റർവ്യൂസും പോഡ്കാസ്റ്റും നിങ്ങൾക്ക് കാണാം. അപ്പം ഇന്ന് നമ്മൾ കൂടുതൽ ആസ് സെഡ് ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചും മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ഹായ് ദിലീപ് സാർ, വെൽക്കം ടു ദ ഷോ. സോ നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ കേൾക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്താണ് ഇൻവെസ്റ്റ്മെന്റ്സും ട്രേഡിങ്ങും തമ്മിലുള്ള മേജർ ഡിഫറൻസ്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ലോങ് ടൈം ഗെയിൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊരു 1 ഇയർ എബോ, ഒരു 1 ഇയറോ 5 ഇയറോ അതെങ്കിലും 10 ഇയേഴ്സോ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്സിൽ, കമ്മോഡിറ്റീസിൽ, അതേമാതിരി തന്നെ ETFs, ബോണ്ട്സ്, ഇതിലെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ട്രേഡിംഗ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മളൊരു ഡേ ടു ഡേ, ഒന്നിലെ ഡേ ട്രേഡിംഗ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗെയിൻ നമ്മൾ നോക്കുന്നത് ഇന്ന് തന്നെയായിരിക്കും, അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇത് നമുക്ക് റിസ്ക് കമ്പാരിറ്റീവ്ലി നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റിസ്ക് ഓറിയൻറ്റഡുമാണ്. ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ വളരെ റിസ്ക് ഫ്രീ ആണ്, പക്ഷേ എന്താണ് നമ്മൾ അത്രയും വർഷങ്ങളോളം ഹോൾഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ സാർ പറഞ്ഞ മാതിരി തന്നെ ഇപ്പം ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരുമ്പം അത് വെറുതെ നമ്മളൊരു കുറച്ച് നോളേജോ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഉണ്ടായിട്ട് നമുക്ക് ആക്റ്റീവായിട്ട് നമുക്ക് അതൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഹൈലി റിസ്ക് ഇൻവോൾവ് ആണ്. അതേമാതിരി തന്നെ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് വരികയാണെങ്കിൽ അതൊരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സ്ഥലം മേടിച്ച് വെക്കുന്ന മാതിരി, അല്ലെങ്കിൽ നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ മേടിച്ച് വെച്ച് ഒരു ലോങ് ടേമിലേക്ക് ഭാവിയിൽ ഇതിൻ്റെ വില കൂടുമ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ മേടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ബേസിക് ഡിഫറൻസ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് തന്നെ ഞാൻ പലപ്പോഴും കേൾക്കുന്ന അല്ലെങ്കിൽ പരിചയമുള്ള കുറച്ച് വാക്കുകളാണ് ഷെയർ, സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഗവൺമെൻറ് ബോണ്ടുകൾ, അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റ്സ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ നമ്മളെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരെ ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവം, അതേമാതിരി തന്നെ സ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് 1-2 ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അങ്ങനെ പല കമ്മ്യൂണിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അങ്ങനെ പലതരം മ്യൂച്വൽ ഫണ്ട്സുകളുണ്ട്. ഇത് നമ്മൾ ഒന്നില്ലെങ്കിൽ HDFC ബാങ്ക്, റിലയൻസ്, അതേമാതിരി തന്നെ ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് മാനേജ്മെന്റ് കമ്പനികളുണ്ടാവും. ഓക്കെ, നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരത് ഏതൊക്കെ സെക്യൂരിറ്റീസിൽ അല്ലെങ്കിൽ സ്റ്റോക്സിലാണോ അല്ലെങ്കിൽ കമ്മോഡിറ്റീസിലാണോ ഇത് അവർ അലോക്കേറ്റ് ചെയ്തുകൊണ്ട് അവർ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് ഓരോ സ്റ്റോക്കും അനലൈസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് നല്ലൊരു ഗ്രോത്ത്, ഒരു 15-30% ഒക്കെ ഗ്രോത്ത് ഇയർലി വരികയും ചെയ്യും. നമ്മളെന്താണ് ബാക്കി റിസ്കോ കാര്യങ്ങളോ നമ്മൾ കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല. ഓരോ സ്റ്റോക്സും എങ്ങനെ പെർഫോം ചെയ്യുമെന്നത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വളരെ റിസ്ക് എടുക്കാൻ തയ്യാറല്ല, എന്നാൽ നല്ലൊരു ആവറേജ് റിട്ടേൺ വേണം എന്നുള്ള ഒരാൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് മ്യൂച്വൽ ഫണ്ട്സുകളാണ്. ഓക്കെ, അപ്പം സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാർ പറഞ്ഞ മാതിരി തന്നെ അതിലും നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതേമാതിരി തന്നെ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അവിടെ ഓൾറെഡി നമുക്ക് എന്താ പറയുക, ഒരു ഫണ്ട് മാനേജർ അല്ലേ, ഫണ്ട് മാനേജർ അല്ലെങ്കിൽ ആ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ കാര്യങ്ങൾ ഓൾറെഡി റിസർച്ച് ചെയ്തിട്ട് അവിടെ ബാസ്ക്കറ്റായിട്ട് വെച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നാണെങ്കിൽ ഇപ്പോൾ ലെറ്റ്സ് ഒരു 100 ആൾക്കാർക്ക് ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ ഇവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള നോളേജോ അല്ലെങ്കിൽ ഒരു ഷെയർ മൊത്തമായിട്ട് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഫണ്ട് മാനേജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന റിസർച്ച്ഡ് ആയിട്ടുള്ള ബാസ്ക്കറ്റ്സിൽ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഒന്നിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു മൊത്തമായിട്ട് ആ പോർട്ട്ഫോളിയോയിൽ ഇപ്പം ലെറ്റ്സ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയുക പല രീതിയിലുള്ള ഗവൺമെന്റ് ബോണ്ടുകളോ അല്ലെങ്കിൽ റേറ്റ്സോ ഉണ്ടാവാം. അതെല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ, അത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അവിടെ ആൾക്കാർ പൊതുവേ ചെയ്യുന്ന മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ ശരി എനിക്ക് പറയാൻ പറ്റില്ല, മൊത്തമായിട്ട് ഫണ്ട് എടുത്തിട്ട് ഒരു സ്റ്റോക്കിൽ കൊണ്ടിടുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട്സിൽ കൊണ്ടിടുന്ന സ്വഭാവം, അത് ശരിക്കും നല്ലതാണോ ഒരു ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്?
ലംസമായിട്ട് ഒരു സ്റ്റോക്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്. ആ കമ്പനിയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ആ കമ്പനിക്ക് എന്തെങ്കിലും ഒരു ലോസോ അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞ് കമ്പനിയുടെ പെർഫോമൻസ് വളരെ മോശമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത എമൗണ്ട് വളരെ അധികം ലോയിലോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേസമയം നമ്മൾ ഒരു ലംസം എമൗണ്ട് നമ്മളൊരു 10ഓ 15ഓ നല്ലൊരു സ്റ്റോക്സുകളിൽ നമ്മളെന്ന് വെച്ചാൽ നല്ല പെർഫോമൻസ് ഉള്ള ഒരു 10 ഇയേഴ്സ് അബോവ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്സിൽ ഇപ്പോൾ ഒരു 10ഓ 12ഓ സ്റ്റോക്സുകൾ ഡിവൈഡ് ചെയ്തിടുവാണെങ്കിൽ ഇൻ കേസ് 1ഓ 2ഓ കമ്പനികൾ നമുക്ക് അതിനകത്ത് ലോസിൽ പോയാൽ പോലും ബാക്കിയുള്ള കമ്പനികൾ കൊണ്ട് ഇത് കവർ ചെയ്ത് നിൽക്കാൻ പറ്റും. എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പോൾ റിലയൻസ് അതേമാതിരി തന്നെ ടാറ്റ ഇതേമാതിരി ഒരൊറ്റ കമ്പനികളിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുക, അതിൻ്റെ ഗ്രോത്തിനനുസരിച്ച് എനിക്കും നല്ലൊരു ഫണ്ട് ഉണ്ടാവുകയുള്ളൂ എന്നായിരിക്കും. ഏത് കമ്പനി ആയാലും അതിനൊരു ഗ്രോത്തിന് എത്ര ഗ്രോത്ത് ഉണ്ടെങ്കിലും ആ കമ്പനിക്കൊരു ചില സമയങ്ങളിൽ ലോസിലോട്ട് വരാനുള്ള സാധ്യതകൾ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ആയിട്ട് ഒരു 10ഓ 15ഓ സ്റ്റോക്കുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അതും കറക്റ്റായിട്ടുള്ള അനലൈസുകളോടുകൂടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ. ഇപ്പം അതിൻ്റെ ഒരു സമ്മറി പറയുവാണെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും സ്റ്റോക്സ് ആണെങ്കിലും നമ്മളൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് അതൊന്നും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ളത് നല്ലതാണ്. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നു ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഇപ്പോൾ ചില ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആക്കുന്നുണ്ട് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ. എന്നിരുന്നാലും നമുക്ക് ഇതിനെക്കുറിച്ച് അധികം നോളജ് ഇല്ലല്ലോ. അപ്പം നമുക്ക് ഞാൻ കണ്ട മ്യൂച്വൽ ഫണ്ട്സ് ഇപ്പോൾ ഇക്വിറ്റി, ഡെപ്റ്റ്, അതേമാതിരി തന്നെ ഇപ്പം സെക്ടോറിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഗ്രോ എന്ന് പറയുന്ന ആപ്പിൽ ഡിഫറെൻറ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മേജർ ഡിഫറൻസ് ഇപ്പം ഞാൻ ഒരു 27 വയസ്സുള്ളൊരു വ്യക്തിയാണ്. അപ്പം എന്നെപ്പോലെ ഒരു 25 to 30 വയസ്സിൻ്റെ ഇടയിലുള്ള ആളെ സംബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ന് വെച്ചാൽ നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. നമുക്കിപ്പോൾ ഒരു കുറഞ്ഞ പൈസയാണ് മന്ത്ലി നമുക്ക് എടുക്കാനുള്ളതെങ്കിൽ നമ്മളതിനെ 3ഓ 4ഓ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ മിഡ് ക്യാപ് ഫണ്ടിലിടാം, ലാർജ് ക്യാപ് ഫണ്ട്, അതേമാതിരി തന്നെ സ്മോൾ ക്യാപ് ഫണ്ടിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിടാം. അതിൻ്റെ കൂടെ ഫ്ലെക്സി ക്യാപ്പും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഓക്കെ, ആ ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇതിൽ നമ്മൾ മിനിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മിനിമം ഏത് അസറ്റ് മാനേജേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏത് കമ്പനിയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് സെലക്ട് ചെയ്യുകയാണെങ്കിലും അവർ അബോവ് ഒരു 3 years എക്സ്പീരിയൻസ് ഉള്ളത് ആണ് സെലക്ട് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നു. ഓക്കെ, അപ്പോൾ പ്രസന്റ്ലി മാർക്കറ്റിൽ പോലെ മ്യൂച്വൽ ഫണ്ട്സ് പുതിയതായിട്ട് വരുന്നതിനേക്കാളും പകരം ഓൾറെഡി ഒരു 3 വർഷം 4 വർഷമുള്ള മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ അതിനെ ബാക്ക് ചെയ്യുന്ന പോർട്ട്ഫോളിയോ മാനേജേഴ്സിന്റെ ബാസ്ക്കറ്റ്സ് സെലക്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്നുള്ളത്. പിന്നെ പറഞ്ഞ മാതിരി തന്നെ ഇപ്പോൾ ഒരു മിഡ് ടിയർ അല്ലെങ്കിൽ ഒരു 30 വയസ്സിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ലേറ്റ് 20s നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു മിഡ് ടേം ആൻഡ് എന്താ പറയുക സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. കാരണം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നൊരു സ്റ്റേജാണ് ഈ ഒരു പ്രായം എന്ന് പറയുന്നത്. ഓവറായിട്ട് റെസ്പോൺസിബിലിറ്റീസ് വന്ന് ഒരു സാഹചര്യമല്ല. അപ്പം സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും മ്യൂച്വൽ ഫണ്ട്സ് കുറച്ചും കൂടിയും ഫീസിബിൾ ആണ്. പക്ഷേ അതിനേക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാർ, അതായത് ഇപ്പോൾ 18 to 25 വയസ്സിൻ്റെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഹൈ റിസ്ക് എടുക്കാം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ദിലീപ് സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞു. ഒരു ഇതും കൂടി എൻ്റെ ഇൻട്രസ്റ്റിൽ വന്നത് ഫ്ലെക്സി ക്യാപ്പ് എന്നാണ്. അപ്പോൾ ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ അധികം ആൾക്കാർക്ക് അറിയില്ലുണ്ടാവില്ലേ. അപ്പോൾ എന്താണ് ആക്ച്വലി ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്? ആക്ച്വലി ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, അതേമാതിരി തന്നെ ലാർജ് ക്യാപ്പിലും കൂടെ ഡിവൈഡ് ചെയ്ത് ഇക്വിറ്റീസ് ആണെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ ഇതിൽ മൂന്നിലും കൂടെ ഡിവൈഡ് ചെയ്ത് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിട്ടേൺസും ആവറേജ് അതേപോലെ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ റിസ്ക് വളരെ കുറവായിരിക്കും മൂന്നും കൂടെ അലോക്കേറ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ. മറ്റേതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും റിസ്ക് കൂടുതൽ, സ്മോൾ ക്യാപ്പിന് റിസ്ക് കൂടുതലായിരിക്കും, അതേപോലെ തന്നെ ഹൈ റിട്ടേൺ ഉണ്ടാവും. മിഡ് ക്യാപ്പിന് അതേമാതിരി തന്നെ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്, ബാലൻസ്ഡ് ആയിരിക്കും. നമ്മൾ ലാർജ് ക്യാപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ റിസ്ക് വളരെ ഫ്രീ ആയിരിക്കും, പക്ഷെ എന്താണ് ഇതിന്റെ റിട്ടേൺസും അതേമാതിരി തന്നെ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത് മൂന്നും സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ പറയുന്നത്. ഇൻ കേസ് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നിൽ മാത്രം ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമെങ്കിൽ ഫ്ലെക്സി ക്യാപ്പ് ചൂസ് ചെയ്യാം. കാരണം അതിൻ്റെ അകത്ത് പൊതുവെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സാർ പറഞ്ഞ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫണ്ട് മാനേജർ ഒരു അലൊക്കേഷൻ ലിമിറ്റ് ഇല്ലാതെ മാർക്കറ്റ് കണ്ടീഷൻസിനനുസരിച്ച് ചിലപ്പം ബാക്ക് എൻഡിൽ ബാലൻസ് ചെയ്യുന്നുണ്ടാവും മിഡ് ക്യാപ്പും ലാർജ് ക്യാപ്പും സ്മോൾ ക്യാപ്പിനനുസരിച്ചിട്ട്. ഓക്കെ, ഇപ്പം ഒരു
ഏറ്റവും കൂടുതൽ നമ്മളെ കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇപ്പം ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പം ഭയങ്കരമായിട്ട് ട്രേഡിംഗ് ഓവർ റേറ്റഡ് ആയിട്ട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അതായത് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്ഷറി അല്ലെങ്കിൽ ഫാൻസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഭയങ്കരമായിട്ട് ആൾക്കാർ ഫ്ലെക്സ് ചെയ്യുന്നുണ്ട് പല കോൺസെപ്റ്റുകൾ, പല കോഴ്സുകളൊക്കെ ആയിട്ട്. അപ്പം ട്രേഡിംഗ് ആക്ച്വലി ഇപ്പോൾ ഒരു വ്യക്തി അബ്സല്യൂട്ട് സീറോ, അതായത് ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിക്ക് ട്രേഡിംഗ് മാറ്റത്തെ ഒരു സ്കില്ല് പഠിച്ചെടുക്കാൻ പറ്റുമോ? വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ല് തന്നെയാണ് ശരിക്കും ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫിനാൻഷ്യലി ഒരു ബാക്ക് ആയിരിക്കുന്ന ഒരാൾക്കും ട്രേഡിംഗ് പഠിച്ചെടുക്കാം. ഓക്കെ. ഉം. പക്ഷെ നമ്മളതൊരു ഏൺ ചെയ്യണമെങ്കിൽ നമ്മളൊരു അതാണ് ഫൈനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ള ഒരാൾക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വലിയ. നമ്മളിപ്പോൾ ബിസിനസ് ആണെന്നാണെങ്കിൽ, ഇപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഫൈനാൻഷ്യലി സ്ട്രോങ് ആണെന്നാണെങ്കിൽ അയാൾക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഭയങ്കര റിസ്ക് ആണ്, മനസ്സിൽ എപ്പോഴും സ്ട്രെസ് ഉണ്ടാവും. അപ്പം ഭയങ്കരമായിട്ട് ഇമോഷണലി ആയിരിക്കും ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കുന്നുണ്ടാവുക. അതേമാതിരി അല്ലേ? അതെ. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാംസിൽ നമ്മൾ കാണുന്ന കുറേ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം. ഉം. ഇതിൽ മെയിൻലി ആയിട്ട് നോക്കുന്ന ഒരു 1000 രൂപ കൊണ്ട് 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഞാൻ ഉം. ഉണ്ടാക്കി, അല്ലെങ്കിൽ ഉം. ഇത്ര വളരെ ചെറിയ എമൗണ്ട് കൊണ്ട് ഇത്ര വലിയ ഫണ്ട് അതെ. ഉണ്ടാക്കി നമുക്ക് പലതും കാണുന്നുണ്ട്. ഉം. അത് ആക്ച്വലി നിങ്ങളൊരു ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ബിസിനസ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മളൊരു ഉം. ബിസിനസ് എങ്ങനെയാണോ നടത്തി പോകുമ്പോൾ ആവറേജ് അതിനകത്ത് നിന്ന് എങ്ങനെയാണോ നമ്മൾ ലാഭങ്ങൾ ഉണ്ടാക്കുന്നത്, ഉം. അതേ ബേസ് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉം. ഒരു ട്രേഡിംഗ് കാണേണ്ടത്. ഉം. ഒരിക്കലും നമ്മൾ ഇതിനെ ഒരു മണി മേക്കിംഗ് മെഷീൻ ആയിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. ഉം. അപ്പൊ നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമ്മൾ എത്രയാണോ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത് ഉം. അതിന്റെ ഒരു ഇത്ര ശതമാനം എന്ന രീതിയിൽ മാത്രമാണ് നമുക്ക് റിട്ടേൺ ഉം. ചെയ്യാൻ പറ്റുള്ളൂ. ഉം. അതേ ഉം. ഉം. അല്ലാതെ നമ്മളൊരു ഹെവി റിസ്ക് എടുത്ത് നമ്മൾ വലിയൊരു റിട്ടേണിലോട്ട് പോകുമ്പോൾ നമ്മളെ ഉം. ക്യാപിറ്റലും അത്രത്തോളം റിസ്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഉം. 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 അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ പറയണ മാതിരി ഒരിക്കലും ചെറിയ എമൗണ്ട് വെച്ച് വലിയൊരു എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ജനറേറ്റ് ചെയ്യാൻ പാടായിരിക്കാം. അതേമാതിരി തന്നെ ഇപ്പം എല്ലാവരും എന്നല്ല, പക്ഷെ എന്നിരുന്നാലും ട്രേഡിങ്ങിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ്. ഓപ്ഷൻ ബൈയിങ് അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിങ്. അപ്പം ഇതിനൊക്കെ ഒരു നിശ്ചിത ക്യാപിറ്റൽ ഉണ്ടാവുമല്ലോ. നമുക്കിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് വെച്ചാൽ നമുക്കൊരു ചായക്കട സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5 to 6 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ, ചിലപ്പോൾ അതിലും കുറവായിരിക്കും, എനിക്ക് നടത്തിയ എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ എന്നിരുന്നാലും ഞാൻ അസ്യൂം ചെയ്യാണ്, ലെറ്റ്സ് ഒരു 5 lakhs ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ലൈസൻസിങ്, ബേസിക് ആയിട്ടുള്ള ഫുഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇനീഷ്യലി റൺ ചെയ്യാൻ ഒരു ഓപ്പറേഷണൽ കോസ്റ്റ് അത് വെച്ച് ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ ഇപ്പോൾ ട്രേഡിംഗ് ചെയ്യാൻ, ഇപ്പോൾ ലെറ്റ്സ് എസ്പെഷ്യലി ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാനായിട്ട് ഒരു സെർട്ടൻ ക്യാപിറ്റൽ വേണ്ടി വരില്ലേ? ആക്ച്വലി ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ വളരെ ചെറിയ ക്യാപിറ്റൽ, ഇപ്പോൾ 5000 3000 ക്യാപിറ്റൽ വെച്ചിട്ട് പോലും നമുക്ക് ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആളുകൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 3000 ക്യാപിറ്റൽ മാത്രം മതി നമുക്ക് വലിയൊരു എന്താണ് എമൗണ്ട് ജനറേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ശരിക്കും നമ്മളൊരു മിനിമം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിനിമം ഒരു 1 lakh rupees മിനിമം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ അതിൻ്റെ ഒരു 1% ഏൺ ചെയ്യാൻ നോക്കുക. അതല്ലാതെ നമ്മളിപ്പോൾ ഒരു 3000 കൊണ്ടുവന്നു, ചിലപ്പോൾ അത് വാഷ് ഔട്ട് ആയി പോകും. ദെൻ 5000 ഇൻവെസ്റ്റ് ചെയ്യും, അത് വാഷ് ഔട്ട് ആയി പോകും. അങ്ങനെ നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് പോയിരിക്കുന്ന 2, 3, 4 ലക്ഷം ആയിരിക്കും. ഒരിക്കലും നമ്മളത് ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ഇത് അറിയുകയില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, നമുക്ക് ഇമോഷണലി പ്രോബ്ലം ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഇമോഷൻ കൺട്രോൾ ചെയ്ത് ട്രേഡ് ചെയ്യണമെങ്കിൽ, റിസ്ക്കും അതേമാതിരി മാനേജ് ചെയ്ത് ട്രേഡ് ചെയ്യണമെങ്കിൽ ഒരു 1 lakh അല്ലെങ്കിൽ 2 lakh ഇൻവെസ്റ്റ് ചെയ്ത് വളരെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അഗെയിൻ ഇതിനെ കോമ്പൗണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവറേജ് റിട്ടേൺ ഇപ്പോൾ ഒരു 1%, 2 lakhന്റെ 1% എന്ന് പറയുന്നത് നമുക്കൊരു 2000 rupees ആയി അല്ലേ? അത് നമുക്കൊരു 3 ട്രേഡ്സ് അല്ലെങ്കിൽ 4 ട്രേഡ്സ് ഒരു വീക്കിലി നമ്മൾ എടുക്കുന്നുള്ളൂ. വളരെ പങ്ക്ച്വൽ അല്ലെങ്കിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു എന്താണ് 6000 പെർ മന്ത്, സോറി പെർ വീക്ക് കിട്ടി. നമുക്ക് നോർമലി ഒരു മന്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 24,000 rupees. ഇപ്പോൾ ഒരു ചെറിയൊരു ഡിഗ്രി കഴിഞ്ഞവരോ അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ചെറിയ പ്രായം 10-20 വയസ്സിലുള്ളവർക്കാണെങ്കിൽ ഈ 24,000 എന്ന് പറയുന്നത് ഒരു ബിഗ് എമൗണ്ട് തന്നെയാണ്. ഇതിന് നമ്മൾ ജനറേറ്റ് ചെയ്ത് 1 year 2 year കഴിയുമ്പോൾ അഗെയിൻ പിന്നെ നമ്മൾ ക്യാപിറ്റൽ ആഡ് ചെയ്ത് നമ്മൾ ഇൻകം കൂട്ടാൻ നോക്കുക. അതെ. പിന്നെ കൺസിഡറിങ് ഇപ്പൊ നമുക്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മാതിരി പ്രോഫിറ്റ്സ് മാത്രമല്ല, ലോസസും ഉണ്ടാവും. അപ്പൊ നമുക്ക് ആവറേജ് എടുക്കുകയാണെങ്കിൽ തന്നെയും ഒരു 18,000 കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്കതൊരു എന്താ പറയുക, സാധാരണ ഇപ്പോൾ നാട്ടിലെ ഒരു ആവറേജ് സാലറി എന്ന് വെച്ചാൽ എനിക്ക് 18,000 തോന്നുന്നു, 15, 18. അപ്പൊ ആ ഒരു ഇൻകം ഈ പറയുന്ന ട്രേഡിംഗ് സ്കില്ല് പ്രോപ്പറായിട്ട് പഠിച്ച് റിസ്ക് മാനേജ് ചെയ്ത് ഒരു പ്രൊഫഷണലി എങ്ങനെ ഒരു ബിസിനസ് ഒരു വ്യക്തി നടത്തി കൊണ്ടുപോകുന്നു, അതേമാതിരി തന്നെ ഇതിനെ ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ
ഒരാൾക്ക് ഒരു കരിയറായിട്ട് എടുക്കാൻ പറ്റുമെന്നാണ്. ഓക്കെ, ഫൈൻ. അപ്പം ഇപ്പം ലിറ്ററലി സ്പീക്കിംഗ്, ഇപ്പൊ ട്രേഡിങ്ങിന്റെ അകത്ത് ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് അത് പ്രോപ്പറായിട്ട് ജേർണൽ ചെയ്യുന്നില്ല എന്നുള്ളത്. ഇൻവെസ്റ്റ്മെന്റ്സിന്റെ അകത്ത് അതേമാതിരി തന്നെ നമ്മളൊരു ജേർണലിംഗ് ചെയ്ത് വരേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലും കറക്റ്റായിട്ട് നമ്മൾ ജേണൽ ചെയ്യുന്നത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മളത് ഒരിക്കലും നോക്ക് 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 5 വർഷത്തേക്ക് നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ നമ്മളത് ഗ്രോത്ത് ആവും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതൊരിക്കലും അല്ല. നമ്മുടെ പല കമ്പനികളും നല്ല പെർഫോമൻസ് ഉള്ള കമ്പനികൾ വരെ പൂട്ടിപ്പോയ അവസ്ഥയുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളൊരു ചാനൽ ചെയ്യുമ്പോൾ എല്ലാ ക്വാർട്ടറും മാർക്കറ്റിന്റെ കണ്ടീഷൻസ്, അതേപോലെ തന്നെ അവരുടെ P&Ls, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതേപോലെ ബാലൻസ് ഷീറ്റ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. കൂടാതെ ഓരോ കമ്പനികൾക്കും ഓരോ ക്വാർട്ടേഴ്സിൽ അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും വരുന്ന ഓർഡേഴ്സുകൾ ഒരു കമ്പനി ബേസ് ചെയ്തിട്ട് അവർക്ക് എന്താണോ അവർ റൺ ചെയ്യുന്ന ബിസിനസ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ടാക്സിൻ്റെ പരമായിട്ട് ടാക്സിൻ്റെ ഇത് വരുവാണെങ്കിലും അതേമാതിരി തന്നെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടായാലും ഇതെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഒരിക്കലും ഇത് നമ്മൾ എന്തായാലും നോട്ട് ചെയ്യുക, ഒന്നില്ലെങ്കിൽ അത് ചാനലൈസ് ചെയ്ത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, മെയിൻലി ചെയ്യേണ്ട. ഇതല്ലാതെ ഒരിക്കലും ഇതിനെ മറന്നുകൊണ്ട് ഒരു 10-15 വർഷം വെറുതെ മേടിച്ചിടാം എന്നിട്ട് അത് വളർന്നോളൂ എന്നുള്ളൊരു വിചാരിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ സീറോ ആയ കമ്പനികൾ പലതും ഉണ്ട്. അതെ, അതിപ്പം നമ്മൾ പറയുകയാണെങ്കിൽ യെസ് ബാങ്കിന്റെ കേസ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതായത് ഭയങ്കരമായിട്ട് ഐപ്പുണ്ട് എന്ന് പറഞ്ഞൊരു ബാങ്ക് നമ്മൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് അത് ക്രാഷ് ആവുകയാണ് ചെയ്തത്. അതേമാതിരി തന്നെ ഐഡിയയും ഇതേമാതിരി തന്നെ ഐഡിയ അതെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത കമ്പനിയാണ്. പ്രഭാതത്തിൽ ഏറ്റവും ഡിപ്പിൽ കിടക്കുന്ന കമ്പനിയും കൂടിയാണ്. അതെ, അപ്പൊ നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഏത് ബിസിനസ് അല്ലെങ്കിൽ ഏത് കമ്പനി മുകളിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മളെപ്പോഴും ഒരു എല്ലാ മാസം അറ്റ്ലീസ്റ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതേമാതിരി തന്നെ റെസ്പോൺസിബിലിറ്റി ആണ് അതിനെ പ്രോപ്പറായിട്ട് നേർച്ചർ ചെയ്യുക, ട്രാക്ക് ചെയ്യുക എന്നുള്ളത്, വിച്ച് ഈസ് എ ഗ്രേറ്റ് ടിപ്പ് ഐ വുഡ് ബിലീവ്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു വൈൻഡിങ് അപ്പിലേക്ക് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ്സിനും ട്രേഡിങ്ങിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ആൾക്കാരെ അനലൈസ് ചെയ്യാറുണ്ട്. നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ്സ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഫണ്ടമെന്റലി അല്ലെങ്കിൽ എക്കണോമിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി ഒക്കെ നമുക്കിത് അനലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. റീസെന്റ് ഞാൻ വായിച്ച ഒരു ആർട്ടിക്കിൾ ബേസിസിൽ സംസാരിക്കുക, ആൾക്കാർ ടാരറ്റ് കാർഡ് വെച്ചിട്ട് പ്രഡിക്ഷൻസ് ചെയ്യാറുണ്ട്. സാറ് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മളിപ്പം തത്തമേനെ കൊണ്ട് കാർഡ്സ് എടുക്കില്ലേ, അതേമാതിരി തന്നെ ടാരറ്റ് കാർഡ് വെച്ചിട്ട് സ്റ്റോക്സ് മേടിക്കുക. അതേമാതിരി തന്നെ ഇവരതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ടാരറ്റ് കാർഡ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റ് ആവുകയും അതാണ് ഇതിനെ സെലക്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിന് സക്സസ്ഫുൾ ആയിട്ടുള്ള ടെസ്റ്റിമോണിയൽസ് ഇവർ കൊടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ മൂണിന്റെ ഫേസ്, അതായത് ഫുൾ മൂണ് അല്ലെങ്കിൽ ഇത്, അപ്പം ഫുൾ മൂണുള്ള സമയത്ത് ആൾക്കാർ ഹൈലി അറ്റൻറ്റീവ് ആയിരിക്കും. അപ്പം മാർക്കറ്റിന്റെ സൈക്കോളജി അതേമാതിരി തന്നെ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ ആൾക്കാർ മേടിച്ചു വെക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും കൂടുതൽ എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു സംഭവമാണ് ഇപ്പം ChatGPT വെച്ചിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന AI ടൂൾസ് വെച്ചിട്ട് ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സാറിന് എന്താ തോന്നുന്നത്, എത്രത്തോളം ആക്യുറേറ്റ്ലി ഒരു ഫണ്ട് മാനേജറിന്റെ നോളജ് ഒരു ChatGPTക്ക് അല്ലെങ്കിൽ AIക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കേസുള്ള? ഇൻവെസ്റ്റ്മെന്റിന്റെ കേസസിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡാറ്റ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ChatGPT യൂസ് ചെയ്ത് സ്റ്റഡി ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇത് യൂസ് ചെയ്യാൻ വരുന്ന ഒരു 10 years ഓഫ് ഡാറ്റ നമുക്ക് ഇപ്പോഴും പെട്ടെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല അല്ലെ. പല രീതിയിൽ പല വേരിയേഷൻസ് ഉണ്ടാവാം. അത് വേണമെങ്കിൽ നമ്മൾ ChatGPTയിലോട്ട് യൂസ് ചെയ്ത് വളരെ സമ്മറൈസ് ആയിട്ട് ഒരു വളരെ ചെറിയ രീതിയിൽ നമുക്ക് ഫണ്ടമെന്റൽസ് ചെറിയ ബ്രീഫായിട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ 100% നമുക്ക് ഒരിക്കലും ChatGPTനെ യൂസ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നോർമലി നമ്മൾ കൊടുക്കുന്ന ഏതാണോ ഡാറ്റ അത് മാത്രമാണ് നമ്മൾ അതിനൊരു ചെറിയൊരു രൂപത്തിലാക്കി നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത്. ബാക്കിയുള്ള ഇൻഡയറക്ട്ലി ഉള്ള കാര്യങ്ങൾ ഉണ്ടാവും. നല്ലൊരു ഫണ്ട് മാനേജേഴ്സിന് അറിയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ChatGPTക്ക് ചിലപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം AI എപ്പോഴും ഡാറ്റ ഡ്രിവൺ ആയിട്ടാണ് കാര്യങ്ങൾ ഡിസിഷൻസ് എടുക്കുക. പക്ഷെ അതിന് കൊടുക്കുന്ന ഡാറ്റ എത്രത്തോളം എന്താ പറയാ ആക്യുറസി ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ ഔട്ട്കംസും. എപ്പോഴും എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ഇപ്പോഴും തരണം എന്നില്ല. മേ ബി ലെറ്റ്സ് ഒരു നെക്സ്റ്റ് 2 to 3 years കൊണ്ട് മേ ബി ഒരു 100% ആക്യുറസിയിലേക്ക് മേ ബി എത്തിക്കാം. കാരണം അത്രയും അടിപൊളിയായിട്ട് ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ChatGPT നമ്മുടെ റിസർച്ചസിലെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ കാണാം. പക്ഷേ സ്റ്റിൽ നമ്മൾ പറയുന്നത് ഒരു ഫണ്ട് മാനേജറോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ അവരുടെ ബാസ്ക്കറ്റ്സ് സ്വീകരിക്കുന്നതായിരിക്കും എപ്പോഴത്തെ നല്ലത് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് അവരെങ്കിലും ഒരു കറക്റ്റ് ഡാറ്റ വെച്ചിട്ടായിരിക്കുമല്ലോ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ ചെയ്യുക. കാരണം അവർക്ക് റിസ്ക് ഇൻവോൾവ് ആണ്. അവർക്ക് റാൻഡം
അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാം. ഈ പറയുന്ന ബാസ്ക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ChatGPTക്ക് കോൺസിക്വൻസസ് ഇല്ല. അപ്പൊ എന്ത് വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാം. അപ്പോ അങ്ങനെയാണ് നമ്മളെ ഇന്നത്തെ പോഡ്കാസ്റ്റിന്റെ അത്യാവശ്യം നല്ല ബ്രീഫ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള AI ഇൻവെസ്റ്റ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, അതേമാതിരി തന്നെ എന്തെങ്കിലും ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതേമാതിരി തന്നെ നെക്സ്റ്റ് നമ്മുടെ ഒരു സെഷനിൽ ഇതേമാതിരത്തെ അടിപൊളിയായിട്ടുള്ള ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും ഈ ഫീൽഡിലുള്ള പേഴ്സണൽ ഫൈനാൻസ് ഫീൽഡിലുള്ള ആൾക്കാരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് നമ്മൾ ആകെ റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷനാണ്. ജസ്റ്റ് സബ്സ്ക്രൈബ്, താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി വെരി ഹാപ്പി. നമുക്ക് അടിപൊളിയായിട്ട് ഇനിയും പുതിയ നല്ല ഗസ്റ്റുകളെ നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് ചാനലിൽ മീറ്റ് ചെയ്യാം.